ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്ക അടയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആവശ്യമായ സാധനങ്ങൾ: ചക്ക, മധുരത്തിന് ആവശ്യമായ ശർക്കര, ചിരകിയ തേങ്ങ, ചുക്കുപൊടി, ഏലക്ക, റവ, അരിപ്പൊടി, നെയ്യ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചക്ക നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ആ ചക്ക പേസ്റ്റിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് എടുത്തിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവയുടെ എല്ലാത്തിൻ്റെയും കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ അതിൽ പറയുന്നില്ല. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. റവയാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. അതായത് 2 കപ്പ് റവയിലേക്ക് 1 കപ്പ് അരിപ്പൊടി എന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതിലേക്ക് നമുക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ഉരുക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്കത് ഈ ചക്ക മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു വാഴയുടെ ഇല എടുത്തിട്ട് അതിലേക്ക് ഈ പേസ്റ്റ് ചേർത്തിട്ട് നമ്മൾ അട പോലെ ഇതൊന്ന് ഇല ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പ്ലാവിൻ്റെ ഇലയിൽ ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് പ്ലാവിൻ്റെ ഇലയാണ്. ഇതിങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് ഇതിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാഴയിലയിൽ അട പോലെയും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചക്കയട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.